Hi, welcome to Balaji Bahumati. This is Dr. Vinny. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചാനലിൽ ഫാഷൻ, മേക്കപ്പ്, സാരി, ഡാൻസ് മാത്രമല്ല കുറച്ച് സീരിയസ് കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ. ഓക്കെ, ലെറ്റ്സ് കം ടു സംതിങ് ദാറ്റ്സ് വെരി കോമൺ nowadays. Have you ever been dumped? Have you had a broken heart? Have you ever felt that your present mate is not your soulmate? Is there a soulmate? Or maybe you have a very happy relationship or a married life right now that you believe this is your soulmate? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, ഇന്നലെയും കൂടെ എന്നെ വിളിച്ച് സംസാരിച്ച ആളാ പെട്ടെന്ന് ബ്രേക്കപ്പ് ചെയ്തു. പിന്നെ ഈ ബ്രേക്കപ്പ് എങ്ങനത്തെ ബ്രേക്കപ്പാണ്? ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ബ്രേക്കപ്പ്, ഗോസ്റ്റിംഗ്, സംപ്ഡ്. മനസ്സിലായില്ല അല്ലേ? ഗോസ്റ്റിംഗ് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എല്ലാം സൂം ആണല്ലോ. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം സൂം വഴിയാണല്ലോ, കോൺഫറൻസസ്. സൂമിൽ കൂടെ ഒരാളെ നിങ്ങൾ ഡംപ് ചെയ്യുന്നു. അതായത് ലെറ്റ്സ് ബ്രേക്കപ്പ്, ഇനി മുതൽ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം, നമ്മളുടെ ആ പഴയ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ടേച്ച് പോയാൽ ദാറ്റ്സ് കോൾഡ് ബീങ് സംപ്ഡ്. ഗോസ്റ്റ് എന്താ? പ്രേതം. ഇന്നലെ വരെ നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തി ഇന്ന് തൊട്ടൊരു പ്രേതമാവുക. അതായത് ആ ആൾ, അതാണായാലും ശരി പെണ്ണായാലും ശരി, കോൾസ് അറ്റൻഡ് ചെയ്യില്ല. he or she will not take your calls. No messages, nothing. ചറപറ മെസ്സേജ് ചെയ്ത് കോൾ ചെയ്ത ഒരാൾ വൺ ഫൈൻ ഡേ they just disappear. Why does such things happen? Okay, then keep watching. I don't know, ഇപ്പോഴത്തെ ജനറേഷൻ്റെ കാര്യമാണോ എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് if you are going for a relationship, then you should always be ready to accept that this can break off at any point. ഒരുപാട് ഒരാളെ സ്നേഹിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക, ഇത് യഥാർത്ഥ സ്നേഹമാണോ? അങ്ങനെ ചിന്തിച്ച് കുറച്ച് മെച്യൂരിറ്റിയോട് കൂടി പെരുമാറിയാൽ പല അനർക്ക സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് കാമുകി ഇട്ടേച്ച് പോയി, ഉടനെ അവളെ ചുട്ടുകരിക്കുക. കാമുകൻ ഇട്ടേച്ച് പോയി, ആത്മഹത്യ ചെയ്യുക. ഇതൊന്നും സ്നേഹമല്ല, ഇതൊരു തരം പൊസസീവ്നെസ് ആണ്, ഇൻഫെച്യുവേഷൻ. ഒരാൾക്ക് ഒരാളോട് തോന്നുന്നത് ചിലപ്പോൾ ഒരു അഭിനിവേശം, അതായത് ഇൻഫെച്യുവേഷൻ ആവാം. ആ ഇൻഫെച്യുവേഷൻ തീർന്നാൽ പിന്നെ ദാറ്റ്സ് ഓക്കെ, മേ ബി ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പിലോട്ട് കടക്കുന്നതിന് മുൻപും നല്ല കട്ടിയുള്ളൊരു മനസ്സ് വേണമെന്നാണ് ഞാൻ പറയുന്നത്. കല്യാണം കഴിക്കാനാണെങ്കിലോ പ്രണയിക്കാനാണെങ്കിലോ നല്ല കട്ടിയുള്ള മനസ്സ് വേണം. ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ ലൈറ്റ് ഹാർട്ടഡ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാടും. അത് കേൾക്കുന്നുണ്ടോ? നാളെ എന്ത് പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പല കാര്യങ്ങളും പല ആദർശങ്ങളും പല സ്വപ്നങ്ങളുമായിട്ട് നടന്ന ആൾക്കാരല്ലേ. ഇപ്പം എന്താ സ്ഥിതി? എല്ലാവരും ഒരു മാസ്കിനകത്ത്. People are just stuck inside a mask. People are sitting at home saying, break the chain, let's wash hands. So, is a heartbreak worth all this? You have so many things to achieve in life. I'm not against love or any sort of relationship. There are so many things you want to do. Maybe your passion is dancing. Maybe you want to be a singer. Maybe you want to be an engineer. Maybe you want to have your own startup. There are so many things that you can do. Why do you want to feel depressed? Why do you want to go see a psychiatrist and take medicines for depression? Because your boyfriend/girlfriend dumped you? Love and sex are so easy to find nowadays. I mean, love has no age. Yeah, true love എന്ന് പറയുന്ന ഒരു സംഭവം എവിടെയെങ്കിലും ഉണ്ടാവും. ബട്ട് honestly, if you ask me, I don't think there is a soulmate. പ്രകൃതിയുടെ നിയമം, there are certain laws of nature and nature just follows that law. പ്രകൃതിയുടെ നിയമം എന്താണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും
ഒരു ജന്തു അതിൻ്റെ ഇണയെ കണ്ടുപിടിക്കണം, ഇണ ചേരണം. വൈ? Procreation is for newer generations to come. That means nature just wants you to find a partner and procreate and bring forth a new generation. മനസ്സിലായില്ല അല്ലേ? നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആണിനെ കണ്ടുമുട്ടുന്നു, വേറെ ആരോടും തോന്നാത്തൊരു പ്രത്യേക ഒരു ഇത് അങ്ങോട്ട് തോന്നുന്നു, ഭയങ്കര ഇഷ്ടം. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ പൂമുട്ടുകൾ വിടരുന്നു, പക്ഷികൾ പറക്കുന്നു, കടൽ തിരകൾ അലയടിക്കുന്നു. ദീസ് ഫീലിങ്സ് ആർ നോർമൽ ബിക്കോസ് നമ്മുടെ ഉള്ളിൽ കുറേ ഹോർമോൺസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഗോഡ് ഹാസ് ഗിവൺ മീ മൈ സോൾമേറ്റ് എന്ന് പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, പ്രകൃതിയുടെ നിയമം എന്താ? നിങ്ങളൊരാണോ ഒരു പെണ്ണോ ആയിട്ടോ ചേർന്ന് ഇണചേരുക ആൻഡ് പ്രൊഡ്യൂസ് ആൻ ഓഫ് സ്പ്രിങ്. അല്ലാതെ ഇതാണ് എൻ്റെ സോൾമേറ്റ് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഏതോ ഒരു മായാലോകത്തിൽ ചെന്ന് വീണിട്ട് അവസാനം ഇറ്റ്സ് ഓൺലി ഗോയിങ് ടു ബി ടിയേഴ്സ്. മനക്കെട്ടി ഉണ്ടെങ്കിൽ മാത്രം പ്രേമിക്കാൻ പോയാൽ മതി. ഇഫ് സംബഡി ഡംപ്സ് യു, ഓ ഐ എം സോറി, മേ ബി യു ആർ നോട്ട് ദ വൺ മെൻറ്റ് ഫോർ മീ, ഇറ്റ്സ് ഓക്കെ എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുക. കരയാം, അലമുറയിടാം, പക്ഷെ കുറേ കാര്യങ്ങൾ ചെയ്യരുത്. നമ്പർ 1, ഡോണ്ട് ഗോ ബെഗ്. പുറകെ നടക്കരുത്. എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ആ ബെഗിങ് വേണ്ട. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? നോ. ഗോ സ്പീക്ക് ടു സംബഡി. യു ഹാവ് ടു സ്പീക്ക്. ആരോടെങ്കിലും പോയി സംസാരിക്കുക. ചിലപ്പോൾ വീട്ടുകാരോട് തന്നെ. ഈ ലോകത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും, നമ്മുടെ അച്ഛനും അമ്മയും അല്ലാതെ നമ്മൾ ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. അവരോട് ചെന്ന് കാര്യം പറ. ചിലപ്പോൾ രണ്ടും നല്ല തല്ല് കിട്ടുമായിരിക്കും, രണ്ട് ചീത്ത കേൾക്കുമായിരിക്കും. സോ വാട്ട്? ഫൈനലി ദേ വിൽ ബി ദെയർ ഫോർ യു. അവരോടും പറ്റില്ല പറയാൻ എന്നുണ്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾ, ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട് പറയാം. പാര വയ്ക്കാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ. അതർവൈസ് ഗോ ടു എ സൈക്യാട്രിസ്റ്റ്, ഗോ ടോക്ക് ടു സംബഡി ആൻഡ് കം ഔട്ട് ഓഫ് ഇറ്റ്. Number 2, that's it, talk. 3, don't stalk. അതായത് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റയിലും ഈ പറഞ്ഞ വ്യക്തിയെ അന്വേഷിച്ച് നടക്കരുത്. അയാൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ആ പെൺകുട്ടി ഇനി ആരുമായിട്ടാണ് സല്ലപിക്കുന്നത്? വേണ്ട. റിമൂവ് എവറി ട്രേസ് ഓഫ് ദാറ്റ് പേഴ്സൺ ഫ്രം യുവർ ലൈഫ്. തൂത്തുമാറ്റുക. പ്രയാസമാണ്, പക്ഷേ ട്രൈ ചെയ്യുക. പിന്നെ 4-മത്തൊരു മണ്ടത്തരം, സോഷ്യൽ മീഡിയയിൽ ഞാൻ തകർന്നു, എൻ്റെ ഹൃദയം ഒരു പൊട്ടിപ്പോയ പാത്രം പോലെയാണ്, എക്സെട്ര. ഇങ്ങനത്തെ ഒന്നും ഇടരുത്. ഐ എം ഡെഡ്, ഐ എം ഗോയിങ് ടു ഡൈ. പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ സാഡ് പോസ്റ്റുകളൊന്നും ഇടരുത്. ജസ്റ്റ് കീപ് ക്വയറ്റ്. സാഡ് പോസ്റ്റുകൾ മാത്രമല്ല, ഒറ്റ പോസ്റ്റ് ഇടരുത്. ചിലർ ഒരു ബ്രേക്കപ്പിന് ശേഷം ഐ എം ഓക്കെ എന്ന് കാണിക്കാൻ വേണ്ടി എക്സ്ട്രാ പോസ്റ്റ് ഇടും. ഫ്രണ്ട്സുമായിട്ട് പോകുന്നു, എൻജോയ് ചെയ്യണു, കളിച്ച് ജയിക്കുന്നു. അതൊന്നും ചെയ്യരുത്. ദാറ്റ് ഈസ് ഓൺലി ബ്രിങ്ങിങ് യു നെഗറ്റിവിറ്റി. സോ ഇറ്റ് മേക്സ് ദി അതർ പേഴ്സൺ റിയലൈസ്, ഓ എന്നെ ഒത്തിരി മിസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എടുത്തിടുന്നതെന്ന്. ജസ്റ്റ് കീപ് ക്വയറ്റ്. 5th വൺ, ആ വ്യക്തിയെ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്തത് നിങ്ങളുടെ ഒരു ക്ലാസ്മേറ്റിനെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ജോലി രാജിവെച്ച് പോകാൻ പറ്റില്ല. പറ്റാവുന്ന ഒരു സിറ്റുവേഷനാണ്, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, യു നീഡ് എ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പോവുക. ബട്ട് ഐ വുഡ് സേ ഡോണ്ട് റൺ അവേ ഫ്രം യുവർ പ്രോബ്ലംസ്. നിങ്ങൾ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടിയാൽ ആ പ്രശ്നം 2 മടങ്ങ് വലുതായി നിങ്ങളെ കാത്ത് അവിടെ കിടക്കണ്ടാവും. കേട്ടിട്ടില്ലേ ഒരു പഴഞ്ചൊല്ല്? പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പട. ജസ്റ്റ് ഫേസ് ഓൾ യുവർ പ്രോബ്ലംസ്. ഡോണ്ട് റൺ അവേ ഫ്രം യുവർ പ്രോബ്ലംസ്. അപ്പോൾ നാളെ ആ വ്യക്തിയെ നിങ്ങൾ കാണുകയാണ്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് വെച്ച് കാണുകയാണെങ്കിൽ, ഹായ്, ഹൗ ആർ യു? കൂൾ, ജസ്റ്റ് വാക്ക്, ജസ്റ്റ് ഗോ. പറയാൻ എളുപ്പം, ഡിഫിക്കൾട്ട്. ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൾട്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ഡൂയിങ് ഇറ്റ്. ട്രൈ ഫേസിങ് യുവർ പ്രോബ്ലംസ്. നെഞ്ച് എത്ര കണ്ടങ്ങ് നീരട്ടെ. ഓക്കെ. പിന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് തെറ്റല്ല. എല്ലാവരും ഒരേപോലെയല്ല. നമ്മളുടെ ബ്രെയിനെല്ലാം ഒരേപോലെയല്ല ചിന്തിക്കുന്നത്. ചിലപ്പോൾ ചില കെമിക്കൽസിൻ്റെ ഇംബാലൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഡിപ്രഷനിലോട്ട് പോയിരിക്കാം. അപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ട്.
ചിലപ്പോൾ കൗൺസിലിംഗ് മാത്രം മതിയായിരിക്കും, ചിലപ്പോൾ മൈൻഡ് മൂഡ് റിലാക്സൻസ് വേണം. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ മൂഡൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ, നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം തോന്നാനും നിങ്ങളുടെ മൂഡൊന്ന് ബാലൻസ് ചെയ്യാനുള്ള മരുന്നുകളായിരിക്കും ഡോക്ടർ തരുന്നത്. അത് കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, നിങ്ങൾക്ക് ഭ്രാന്തില്ല, നിങ്ങൾ ആ മെഡിസിൻസിനോട് അഡിക്റ്റഡ് ആവും എന്നൊരു തോന്നലും വേണ്ട. പിന്നീട് എനിക്ക് പറയാനുള്ളത് വർക്കൗട്ട്, എക്സസൈസ്, ബി ആക്റ്റീവ്. ഒരിടത്ത് ഇങ്ങനെ ചടഞ്ഞുകൂടിയിരുന്ന പ്രശ്നങ്ങൾ കൂടുള്ളൂ. ജസ്റ്റ് ബി ആക്റ്റീവ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു പോയി വാടാ നമുക്കൊരു പൈൻ്റ് അടിക്കാം എന്നും പറഞ്ഞ് കുടിച്ച് ലക്കം കെട്ടിയിരിക്കാമെന്നല്ല. നോ, ഗോ ടു ദ ജിം, ഗോ വാക്ക്, ഗോ ജോയിൻ എ ഡാൻസ് ക്ലാസ്. എന്തെങ്കിലും എനർജറ്റിക് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എൻഡോർഫിൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ഒത്തിരി അങ്ങ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ എൻഡോർഫിൻസ് റിലീസ്ഡ് ആവും ബ്രെയിനിൽ. അപ്പോൾ ഭയങ്കര റിലാക്സിങ് ആണ്. പണ്ടത്തെ ആൾക്കാർക്ക് ഈ ഡിപ്രഷനും കാര്യങ്ങളൊന്നും അടിച്ചിരിക്കാൻ നേരമില്ലായിരുന്നു. വിഷമം തോന്നിയാൽ പറമ്പ് പോയി നല്ലോണം കിളച്ച് എന്തെങ്കിലും പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് തളർന്ന് ഇത്തിരി കഞ്ഞി കുടിച്ച് കുളിച്ച് പോയി കിടന്നുറങ്ങും. വർക്കൗട്ട്, ദാറ്റ്സ് എ ബെസ്റ്റ് തിങ്. പിന്നെ ഗോസ്റ്റിംഗ്, ജസ്റ്റ് ഫർഗെറ്റ് ഇറ്റ്, ജസ്റ്റ് ബ്ലോക്ക് ദാറ്റ് പേഴ്സൺ. നിങ്ങൾ ആരെങ്കിലും ഗോസ്റ്റ് ചെയ്തോ, ബ്ലോക്ക് ദാറ്റ് പേഴ്സൺ. ഓക്കെ, ഇനി ക്ലോഷർ വേണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡോണ്ട് സെൻഡ് എ മെസ്സേജ്, ജസ്റ്റ് ഗോ ആസ്ക് ദാറ്റ് പേഴ്സൺ ഡയറക്റ്റ്ലി. അയാൾ നിങ്ങളെ കാണാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ആ പെൺകുട്ടി നിങ്ങളോട് സംസാരിക്കാൻ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക, എന്താണ് കാരണം, എനിക്ക് കാരണം അറിയണം. എന്നിട്ടൊരു റിപ്ലൈ ഇല്ലെങ്കിൽ ജസ്റ്റ് ഫർഗെറ്റ് ഇറ്റ്. അതൊരു ദുസ്വപ്നം പോലെ അങ്ങ് മറന്ന് കളഞ്ഞേക്ക്. ബ്ലോക്ക് ദാറ്റ് പേഴ്സൺ ഫ്രം യുവർ മൊബൈൽ, ഇറേസ് ഇറ്റ് ഫ്രം യുവർ മെമ്മറി. ഇതൊക്കെ ഞാൻ പറയുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്ന് മാത്രമല്ല, മറ്റ് പലരുടെ അനുഭവങ്ങളിൽ നിന്ന് മാത്രമാണ്. പിന്നെ എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് നിഷ പറയുന്നത് പോലെ, യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അത് തിരിച്ചു വരും. നമ്മൾ എത്ര ഉന്തിത്തള്ളി കറഞ്ഞാലും കാർക്കിച്ച് തുപ്പിയാലും അത് തിരിച്ചു വരും, തിരിച്ചു വരാതിരിക്കില്ല. പക്ഷേ യഥാർത്ഥ സ്നേഹം അല്ലെങ്കിലോ ഇതുപോലെ അങ്ങ് കുമിളകൾ പോലെ അങ്ങ് പൊട്ടിപ്പൊട്ടി പോവും. അത് നോക്കി സങ്കടപ്പെടാൻ നമുക്ക് സമയമുണ്ടോ? ഇല്ല, നമുക്ക് വേറെ പണിയുണ്ട്. സോ ജസ്റ്റ് ലീവ് ഇറ്റ്. ഒരാൾ പോയാൽ അടുത്ത ആൾ അത് വേണ്ട. നോ 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 നോ. ഇതിനെയാണ് റീബൗണ്ട് എന്ന് പറയുന്നത്. നോ റീബൗണ്ട്സ് പ്ലീസ്. അയാൾ പോയാൽ ഇനി അടുത്ത കാണുന്ന ആളെ സ്നേഹിക്കുക. നോ, നിങ്ങളുടെ മനസ്സിന് കുറച്ച് ടൈം കൊടുക്കുക. ജസ്റ്റ് ഗിവ് ഇറ്റ് ടൈം ടു ഹീൽ ആൻഡ് സ്ലോലി തിങ്സ് വിൽ കം ബാക്ക് ടു നോർമൽ. പിന്നീട് നിങ്ങൾക്ക് ചിന്തിക്കാം എന്താണത്. ഓക്കെ, ഹാർട്ട് ബ്രേക്സ് ആർ കോമൺ, ബട്ട് യു ഹാവ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. പിന്നെ നിങ്ങൾക്ക് എന്ന് വെച്ച് ദൈവം നിങ്ങൾക്ക് ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി മീറ്റ് ദാറ്റ് പേഴ്സൺ. ഇഫ് യു ആർ ഡെസ്റ്റിൻഡ് ടു ബി ഇൻ എ റിലേഷൻഷിപ്പ് ഓർ എ മാരേജ്, ഇറ്റ് വിൽ കം ടു യു. വരാനുള്ളത് വഴി തങ്ങില്ല, ഓട്ടോ എടുത്തെങ്കിൽ അത് വരും. സോ ഇതായിരുന്നില്ല എൻ്റെ സ്റ്റോപ്പ്, അടുത്തതായിരുന്നു. വരട്ടെ, എൻ്റെ സ്റ്റോപ്പ് എത്തുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായാലും മതി. നല്ല സുഹൃത്തുക്കൾ, അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, നല്ല നല്ല സിനിമകൾ കാണുക, നല്ല നല്ല പാട്ടുകൾ കേൾക്കുക, എക്സസൈസ് ചെയ്യുക, പ്രാർത്ഥന പ്ലീസ് മറക്കരുത്. ഇറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്, ഇറ്റ് ഈസ് പോസിറ്റീവ്. 24 മണിക്കൂർ ഇരുന്ന് നാമം ചെല്ലണം എന്നല്ല പറയുന്നത്, മെഡിറ്റേഷനോ ജസ്റ്റ് ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് യുവർ ഫേവറേറ്റ് ഗോഡ് ആൻഡ് ജസ്റ്റ് ഓക്കെ. ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ കടൽക്കരയിൽ പോയി നിൽക്കുക. ഇപ്പോൾ അത് പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ, കോവിഡ് കാരണം. തിരകൾ ഇങ്ങനെ വരുന്നതും പോകുന്നതും നോക്കി നിൽക്കുക. അക്വേറിയം ഉണ്ടെങ്കിൽ മീനുകൾ ഇങ്ങനെ നീന്തുന്നത് നോക്കി നിൽക്കുക. നല്ല റിലാക്സിങ് ആണ്. യൂട്യൂബിൽ തന്നെ കുറേ മൈൻഡ് റിലാക്സിങ് മ്യൂസിക് ഉണ്ട്, അത് കേട്ടോണ്ട് ഉറങ്ങാൻ നോക്കുക. See, there are so many things that you can do. So many things. This heart will heal. It will heal. It's tough. Don't give up. Okay? If somebody dumped you, just get up, brush off the dirt. ആരെങ്കിലും കണ്ടോ? Did somebody see? Okay, bye. Nice meeting you. Just get on with your life. Okay? I want all of you
who are nursing a broken heart there to take a deep breath. All is well, all is well. Tell yourself. Pinne, if you are a believer, if you are a prayerful person, if you believe in God, He will take care. ഓക്കെ, ആത്മാർത്ഥമായിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്തിരുന്നെങ്കിൽ നമ്മളോട് ഈ കാണിച്ചവരോട് ദൈവം ചോദിച്ചോളും. നമ്മളായിട്ട് റിവെഞ്ചിനോ ഒന്നിനും പോകണ്ട. അത് നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ തെറ്റ് നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ ദൈവത്തിനോട് മാപ്പ് ചോദിക്കുക. പ്രേ ഫോർ ദാറ്റ് പേഴ്സൺ ആൻഡ് ജസ്റ്റ് ഗെറ്റ് ഓൺ വിത്ത് യുവർ ലൈഫ്. ചിലപ്പോൾ നിങ്ങൾ വഞ്ചിച്ച ആൾ, നിങ്ങൾ ഡംപ് ചെയ്ത ആൾ ഒരു മോശം വ്യക്തി ആവണം എന്നില്ല. പക്ഷേ നിങ്ങൾക്കുള്ള റൈറ്റ് പേഴ്സൺ അല്ല, അത് വേറൊരാൾക്കുള്ള റൈറ്റ് പേഴ്സൺ ആയിരിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ മതി. വേറൊരാളുടെ റോങ് പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റൈറ്റ് പേഴ്സൺ. സോ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ ഐ എം സോറി, ബെല്ലടിച്ചു. But I hope you keep remembering this. Take care. Good night.